എന്തിനാണ് CSKക്ക് സഞ്ജുവിനെ ആവശ്യം? ഇന്ത്യൻ ടീമിൽ സഞ്ജുവിന് വളരെ കുറഞ്ഞ അവസരങ്ങൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളൂ എങ്കിലും അദ്ദേഹത്തിന് വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട് എന്ന് സഞ്ജു തന്നെ പല അഭിമുഖങ്ങളിലും അത്ഭുതത്തോടെ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യക്ക് വേണ്ടി വളരെ കുറച്ച് കളിച്ചിട്ടും എനിക്ക് ഇത്രയധികം പിന്തുണ ലഭിക്കുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. MS ധോണി IPLൽ നിന്ന് വിരമിക്കുന്നതോടെ നായകസ്ഥാനം ഒഴിഞ്ഞു കിടക്കുകയായിരിക്കും. ഋതുരാജ് ഗേക്വാദിനെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നെങ്കിലും ധോണിയുടെ പക്വതയും അനുഭവ സമ്പത്തും ടീമിന് പകരമാവില്ല. സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിനെ വർഷങ്ങളോളം നയിച്ച് പ്ലേ ഓഫിലേക്കും ഫൈനലിലേക്കും എത്തിച്ച നായകൻ തന്നെയാണ്. സമ്മർദ്ദ സാഹചര്യങ്ങളിൽ ടീമിനെ നയിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് CSKക്ക് വലിയ മുതൽക്കൂട്ട് തന്നെയാവും. അപ്പൊ പറഞ്ഞു വന്നത്, രാജസ്ഥാന്റെ ഹൃദയം പറിച്ചെടുത്ത് ചെന്നൈയുടെ മഞ്ഞ കുപ്പായത്തിലേക്ക് കൊണ്ടുപോകുമോ എന്ന ചർച്ചയാണ് രൂക്ഷമാകുന്നത്. എന്താണ് ഈ നിഗൂഢ നീക്കങ്ങൾക്ക് പിന്നിൽ എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ഓരോ സീസൺ കഴിയുമ്പോഴും വലിയ താരങ്ങളുടെ കൈമാറ്റങ്ങളെക്കുറിച്ചും ടീം മാറ്റങ്ങളെക്കുറിച്ചുമുള്ള അഭ്യൂഹങ്ങൾ സാധാരണമാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി ക്രിക്കറ്റ് ലോകത്ത് സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ് രാജസ്ഥാൻ റോയൽസിന്റെ നായകനും മലയാളി സൂപ്പർ താരവുമായ സഞ്ജു V സാംസൺ അടുത്ത സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് ചേക്കേറുമോ എന്നത്. ഈ അഭ്യൂഹങ്ങൾക്ക് ഓരോ ദിവസവും പുതിയ മാനങ്ങൾ കൈവരിക്കുമ്പോൾ ഒരു താരത്തിന്റെ മാനേജർ പോലും ട്രാൻസ്ഫർ ചർച്ചകളിൽ എങ്ങനെ നിർണായക പങ്ക് വഹിക്കുന്നു എന്നത് കൗതുകകരമായ കാര്യമാണ്. സഞ്ജുവിന്റെ ഒരു ലൈക്ക് പോലും വാർത്തയാവുകയാണിപ്പോൾ. സഞ്ജു സാംസൺ എന്ന പേരും രാജസ്ഥാൻ റോയൽസ് എന്ന ഫ്രാഞ്ചൈസിയും തമ്മിൽ ദശാബ്ദങ്ങളോളം പഴക്കമുള്ള ഒരു ആത്മബന്ധമുണ്ട്. 2013 IPLൽ അരങ്ങേറ്റം കുറിച്ചതു മുതൽ സഞ്ജു രാജസ്ഥാൻ റോയൽസിന്റെ അഭിവാജ്യ ഘടകം തന്നെയാണ്. ഷെയ്ൻ വാട്സൺ, അജിങ്ക്യ രഹാന, സ്റ്റീവ് സ്മിത്ത് തുടങ്ങിയ നായകന്മാർക്ക് കീഴിൽ കളിച്ച സഞ്ജു പിന്നീട് ടീമിന്റെ നായകനായി വളർന്നു. ഒരു യുവതാരത്തിൽ നിന്ന് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു വിശ്വസ്തനായ ക്യാപ്റ്റനിലേക്കുള്ള സഞ്ജുവിന്റെ വളർച്ച രാജസ്ഥാൻ റോയൽസ് ആരാധകർക്ക് എന്നും ഒരു വൈകാരിക വിഷയം തന്നെയാണ്. രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റിംഗ് നിരയുടെ നെടും തൂണാണ് സഞ്ജു. അദ്ദേഹത്തിന്റെ സ്ഥിരതയാർന്ന പ്രകടനവും ഒറ്റയ്ക്ക് കളി ജയിപ്പിക്കാനുള്ള കഴിവും വിക്കറ്റിന് പിന്നിലെ മിടുക്കും അദ്ദേഹത്തെ ടീമിന്റെ അഭിവാജ്യ ഘടകമാക്കി മാറ്റിയെന്ന് വേണം പറയാൻ. ഫ്രാഞ്ചൈസിയുടെ ബ്രാൻഡ് ഐഡന്റിറ്റിയുടെ ഒരു വലിയ ഭാഗം തന്നെ സഞ്ജുവാണ്. രാജസ്ഥാന്റെ ജേഴ്സിയിൽ മിന്നിത്തിളങ്ങിയ സഞ്ജു ടീമിനെ പലപ്പോഴും പ്ലേ ഓഫുകളിലേക്ക് നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ദീർഘകാല ബന്ധം അത്ര പെട്ടെന്ന് വേർപെടുത്താൻ രാജസ്ഥാൻ റോയൽസ് മാനേജ്മെന്റ് തയ്യാറാകുമോ എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ കഴിഞ്ഞ IPL സീസണിൽ സഞ്ജുവിന് പരിക്ക് മൂലം ചില മത്സരങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു. ഇത് ടീമിന് വലിയ തിരിച്ചടിയും ഉണ്ടാക്കിയിരുന്നു. സഞ്ജുവിന്റെ അഭാവത്തിൽ യുവതാരം റിയാൻ പരാഗിനായിരുന്നു ക്യാപ്റ്റന്റെ ചുമതല. ഇവിടെ നിന്നാണ് അഭ്യൂഹങ്ങളുടെ ആദ്യ തിരുനാളങ്ങൾ ഉയരുന്നത്. സഞ്ജുവിന്റെ പരിക്ക് കരിയറിൽ ഒരു വഴിത്തിരിവാകുമോ എന്ന സംശയങ്ങൾ ഉയർന്നു വന്നു. ഇതിനിടെ ഒരു പരിശീലകനുമായി സഞ്ജുവിന് സ്വരച്ചേർച്ചയില്ലെന്നും ആരോപണങ്ങൾ പ്രചരിച്ചിരുന്നു. ഈ പരിശീലകൻ രാഹുൽ ദ്രാവിഡ് ആണെന്നും ചില കോണുകളിൽ നിന്ന് സൂചനകളും ഉണ്ടായിരുന്നു. എന്നാൽ ഈ ആരോപണങ്ങളെ രാഹുൽ ദ്രാവിഡ് തന്നെ നിഷേധിക്കുകയും ചെയ്തു. പിന്നീട് താനും സഞ്ജുവും തമ്മിൽ മികച്ച ബന്ധമാണെന്നും ടീമിന്റെ താല്പര്യങ്ങൾ മാത്രമാണ് തങ്ങൾക്കിരുവർക്കും വലുതെന്നും ദ്രാവിഡ് വ്യക്തമാക്കിയിരുന്നു. എന്നിരുന്നാലും ഇത്തരം വാർത്തകൾ സഞ്ജുവിന്റെ ടീം മാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഒരു പശ്ചാത്തലം തന്നെ നൽകി. സഞ്ജു റോയൽസ് ക്യാമ്പ് വിട്ടപ്പോൾ ടീമിനോട് ബിഗ് ബൈ പറയുന്ന ഒരു വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഇത് സഞ്ജു രാജസ്ഥാൻ റോയൽസ് വിടുന്നതിന്റെ വ്യക്തമായ സൂചനയായി പലരും വ്യാഖ്യാനിച്ചു. ഒരു താരം ടീം വിടുമ്പോൾ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ പ്രചരിക്കാറുണ്ട്. എന്നാൽ സഞ്ജുവിനെ പോലെ ഒരു മുഖ്യ താരം ടീം വിടുന്നു എന്ന് വരുമ്പോൾ അത് കൂടുതൽ ചർച്ചയാവുന്നത് സ്വാഭാവികവുമാണ്. ഈ വീഡിയോയ്ക്ക് പിന്നാലെ സഞ്ജു ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ഒരു പോസ്റ്റും കൂടുതൽ സംശയങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ടൈം ടു മൂവ് എന്ന അടിക്കുറിപ്പോടെ ഭാര്യ ചാരുലതയ്ക്കൊപ്പം നിൽക്കുന്ന ചിത്രമായിരുന്നു താരം പങ്കുവച്ചത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഒരു തമിഴ് പാട്ടും ഉണ്ടായിരുന്നു. ഒരു താരത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇത്രയധികം നിഗൂഢമായി വ്യാഖ്യാനിക്കപ്പെടുന്നത് ആ താരത്തിന് ആരാധകർക്കിടയിലുള്ള സ്വാധീനത്തെയും IPL ടീമുകളുടെ സ്വാധീനത്തെയും എടുത്തു കാണിക്കുന്നുമുണ്ട്. ഇപ്പോഴിതാ സഞ്ജു CSKയിലേക്ക് എന്ന അഭ്യൂഹങ്ങൾക്ക് വീണ്ടും ശക്തി ആർജിച്ചിരിക്കുകയാണ്. ബിഗ് ധോണിസം എന്ന പേര് CSKയുടെ ആരാധകരുമായി ബന്ധപ്പെട്ട ഒരു ഇൻസ്റ്റാഗ്രാം പേജാണ്. ഈ പേജിൽ സഞ്ജു CSKയിലേക്ക് ചേരുന്നു എന്ന തരത്തിൽ പങ്കുവച്ച ഒരു കുറിപ്പ് സഞ്ജുവിന്റെ മാനേജർ പ്രശോഭ് സുദേവൻ ലൈക്ക് ചെയ്തുവെന്നാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ കിംവദന്തികൾ വീണ്ടും വ്യാപകമായി തുടങ്ങി. ഒരു താരത്തിന്റെ മാനേജർക്ക് അദ്ദേഹത്തിന്റെ കരിയറിലെ നീക്കങ്ങളിൽ നിർണായക പങ്കുണ്ട്. താരത്തിന്റെ കരിയർ പാത, സാമ്പത്തിക നേട്ടങ്ങൾ, ടീമിലെ റോൾ എന്നിവയെല്ലാം തന്നെ ഒരു മാനേജർ കണക്കിലെടുക്കാറുമുണ്ട്. ബ്ലീഡ് ധോണിസം പോലുള്ള ഒരു ഫാൻ പേജിന്റെ പോസ്റ്റ് താരത്തിന്റെ മാനേജർ ലൈക്ക് ചെയ്യുന്നത് ഒരു നിസ്സാര കാര്യമല്ല. ഒന്നുകിൽ അത് യാദൃശ്ചികമാകാം,
അല്ലെങ്കിൽ CSKയിലേക്ക് മാറാനുള്ള സഞ്ജുവിന്റെ താല്പര്യത്തെ ഒരു സൂചന നൽകാനുള്ള മനഃപൂർവ്വമായ നീക്കമാകാം. പലപ്പോഴും ട്രാൻസ്ഫർ വിപണിയിലെ ചർച്ചകൾ ആരംഭിക്കുന്നത് ഇത്തരം ചെറിയ സൂചനകളിൽ നിന്നാണ്. ഇത് ഫ്രാഞ്ചൈസികൾക്ക് ഒരു സന്ദേശം നൽകുകയും മറ്റ് ടീമുകളുടെ താല്പര്യം അളക്കുകയും ചെയ്യും. ഒരു മാനേജറുടെ ഈ ലൈക്ക് രാജസ്ഥാൻ റോയൽസ് മാനേജ്മെന്റിന് ഒരു മുന്നറിയിപ്പായിരിക്കുമോ എന്നും സംശയങ്ങൾ ഉയരുന്നുണ്ട്. സഞ്ജുവിനെ നിലനിർത്തണമെങ്കിൽ കൂടുതൽ വലിയ തുക നൽകേണ്ടി വരുമെന്നും അല്ലെങ്കിൽ പുതിയ ഓഫറുകൾ തേടുമെന്നുമുള്ള ഒരു സൂചനയാകാം ഇതെന്നും വ്യാഖ്യാനിക്കുന്നുണ്ട്. MS ധോണിയുടെ പിൻഗാമിയെ കണ്ടെത്തുക എന്നത് CSKയുടെ വലിയ വെല്ലുവിളികളിൽ ഒന്നാണ്. ധോണിക്ക് ശേഷം ഒരു സ്ഥിരതയുള്ള ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ, ബാറ്ററുടെ അഭാവം എന്നിവയൊക്കെ CSK നേരിടുന്നുണ്ട്. സഞ്ജു സാംസൺ എന്ന താരം ഈ സ്ഥാനത്തേക്ക് തികച്ചും അനുയോജ്യനാണ് എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതേസമയം സഞ്ജു സാംസണിനൊപ്പം ഒരു താരത്തെ രാജസ്ഥാൻ റോയൽസ് അത്ര എളുപ്പത്തിൽ വിട്ടുകളയാൻ സാധ്യതയുമില്ല. അദ്ദേഹം ടീമിന്റെ നായകനും അവരുടെ മുഖമുദ്രയുമാണ്. അടുത്ത മെഗാലേലം വരുമ്പോൾ താരങ്ങളെ നിലനിർത്തുന്നതിൽ പരിമിതികൾ ഉണ്ടാവാം. അത്തരമൊരു സാഹചര്യത്തിൽ സഞ്ജുവിനെ നിലനിർത്താൻ രാജസ്ഥാൻ പരമാവധി ശ്രമിക്കും. വലിയൊരു തുക മുടക്കിയായിരിക്കും രാജസ്ഥാൻ സഞ്ജുവിനെ നിലനിർത്തുക. എന്നാൽ IPL ഒരു ബിസിനസ് കൂടിയാണ്. ഫ്രാഞ്ചൈസികൾ താരങ്ങളുടെ മൂല്യവും ഭാവി സാധ്യതകളും ടീമിന്റെ സാമ്പത്തിക സ്ഥിതിയും പരിഗണിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. സഞ്ജുവിനെ പോലെ ഒരു താരത്തിന് വലിയ ഡിമാൻഡ് വരുമ്പോൾ ഒരുപക്ഷെ രാജസ്ഥാൻ മറ്റൊരു തന്ത്രപരമായ നീക്കം നടത്തിയെന്നും വരാം.